SBI അക്കൗണ്ട് ഉള്ളവർ നിങ്ങൾ സാധാരണയായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട് എങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് യൂനോ ആപ്ലിക്കേഷനും മറ്റുമായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് എക്സ്പയറി ആയോ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇത് ചെക്ക് ചെയ്യുക. നിങ്ങൾ എക്സ്പയറി ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം SBIയുടെ വെബ്സൈറ്റ് ഓൺലൈൻ SBI.SBI നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കാണാം കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് കാണാം. കണ്ടിന്യൂ ടു ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഈ കോഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു OTP വരും. എൻ്റർ ദി വൺ ടൈം പാസ്വേഡ് സെൻഡ് ടു യുവർ മൊബൈൽ. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ യുവർ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് എക്സ്പയർഡ് ഫോർ ബാങ്ക് പോളിസി. നിങ്ങളുടെ പാസ്വേഡ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓൾഡ് ലോഗിൻ പാസ്വേഡ് ഇൻ്റർനെറ്റ് ഇപ്പം നമ്മൾ തുറക്കാൻ ഉപയോഗിച്ച പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം റീടൈപ്പ് ന്യൂ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. പാസ്വേഡ് നിങ്ങളെ ഇതുവരെ ഓൾഡ് പാസ്വേഡ് ന്യൂ പാസ്വേഡ് നിങ്ങൾ കൊടുത്തതിന് ശേഷം ന്യൂ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. OTP നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇതേപോലെ കാണാം. യുവർ പാസ്വേഡ് ഹാസ് ബീൻ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇങ്ങനെ നിങ്ങൾ തീർച്ചയായും ചെയ്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ഇതേപോലെ നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾ എടുക്കുക. ആ പാസ്വേഡും യൂസർ നെയിമും ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഓപ്പൺ ആയതിനു ശേഷം ഇതേ രീതിയിൽ കാണാം. നിങ്ങൾക്കിതിൽ കാണാം ഓൾഡ് പ്രൊഫൈൽ പാസ്വേഡ്. പിന്നീട് നിങ്ങൾ ഇതിനുള്ളിൽ നമുക്ക് അക്കൗണ്ടൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഫൈൽ പാസ്വേഡ് തരും. ആ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾ ഇതേപോലെ എക്സ്പയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ഇപ്പം ഞാൻ 6 മാസത്തിന് മുകളിലായി ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ തീർച്ചയായും ചേഞ്ച് ചെയ്യുക. SBI ബാങ്ക് ഉപയോഗിക്കുന്ന SBI അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ തീർച്ചയായും ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നിങ്ങളിവിടെ ഓൾഡ് പ്രൊഫൈൽ പാസ്വേഡ് കൊടുക്കുക. അത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ന്യൂ പ്രൊഫൈൽ പാസ്വേഡ് രണ്ടാമത് റീടൈപ്പ് ന്യൂ പാസ്വേഡ് എന്നത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലും ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡ് നിങ്ങളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ പാസ്വേഡ് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും.